Hi all, എല്ലാവർക്കും Upbeat Pinnacle അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെറ്റ്സ് നമ്മുടെ +1 ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെറ്റ്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് വിശദീകരിക്കാനല്ല, കാരണം ഓൾറെഡി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സെറ്റ്സ് എന്ന ചാപ്റ്റർ എന്താണെന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പഠിക്കാനുള്ള കണ്ടന്റ്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സെറ്റ്സിന്റെ ഫസ്റ്റ് ഒരു റെപ്രസെന്റേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ദെൻ സബ്സെറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം, ഇന്റർസെക്ഷൻ ആൻഡ് യൂണിയൻ, ഇത്രയും കണ്ടീഷൻസ് മാത്രമേ നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്ത് സെറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ സെറ്റ്സിന്റെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കൺസെപ്റ്റ് അറിയാത്തവരുണ്ടോ എങ്കിൽ, അറിയാവുന്നതാണെങ്കിൽ പിന്നെ കാണേണ്ട ആവശ്യമില്ല. അത് ഇനി നമുക്ക് എങ്ങോട്ട് വരാം? സെറ്റ്സിന്റെ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്ന മോഡലിൽ നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്സെറ്റുകളുടെ എണ്ണം കാണുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാ വട്ടവുമായിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സബ്സെറ്റുകളുടെ എണ്ണം, ഒരു സെറ്റിനകത്ത് എണ്ണം n ആണെങ്കിൽ, ഒരു സെറ്റിലെ എണ്ണം n ആണ് എങ്കിൽ, n നമ്പർ ഓഫ് എലമെന്റ്സ് ഒരു സെറ്റിനകത്ത് ഉണ്ട് എങ്കിൽ അവിടുത്തെ സബ്സെറ്റുകളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഈസ് 2n. പഠിച്ചോ? ഇപ്പൊ തന്നെ പഠിച്ചോ? എന്താണ് ഇക്വേഷൻ? ഒരു സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം n ആണ് എങ്കിൽ അവിടുത്തെ സബ്സെറ്റുകളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 2n. അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. സെറ്റ് ക്യാപിറ്റൽ A ഈക്വൽ ടു സെറ്റ് 1,2 എഴുതുക. ഇതിന്റെ എന്തിനെ? സബ്സെറ്റിനെ. റൈറ്റ് ദ സബ്സെറ്റ് ഓഫ് ദി സെറ്റ്. ഈ സെറ്റിന്റെ സബ്സെറ്റിനെ എഴുതുക. ആൻഡ് ദെൻ ഫൈൻഡ് ദ പവർ സെറ്റ് ഓഫ് A. അപ്പോൾ എയുടെ സബ്സെറ്റിനെ എഴുതുക എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് കിട്ടി 2 എന്ന്. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റിന്റെ എണ്ണം കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, 2/2. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് 2. ദ 2/2 ഈക്വൽ ടു 4. അപ്പോൾ 4 എലമെന്റ്സ് ഉണ്ടായിരിക്കണം എന്തിനകത്ത്? സബ്സെറ്റിനകത്ത്. അപ്പോൾ സബ്സെറ്റ് നമുക്ക് എഴുതാൻ തുടങ്ങാം. സോ സബ്സെറ്റ് ഈക്വൽ ടു എന്താണ്? എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആണ് ആരെന്ന് പറയുന്നത്? 5 എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 എന്ന് പറഞ്ഞ ചേട്ടനെ എഴുതുമ്പോൾ പല കുട്ടികൾക്കും വരെ തെറ്റുണ്ട്. 5 എഴുതും, എന്നിട്ട് 5യുടെ കൂടെ വീണ്ടും ഒരു സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് വെക്കും. തെറ്റാണ്. 5 റെപ്രസെന്റേഷനകത്ത് ഒന്നെങ്കിൽ ഒരു സെറ്റ് ബ്രാക്കറ്റിന്റെ ബ്രാക്കറ്റ് മാത്രം, അല്ലെങ്കിൽ 5 മാത്രം, ഏതെങ്കിലും ഒന്ന് മാത്രമേ കൊടുക്കാവൂ. രണ്ടും കൂടെ കൊടുത്താൽ ഉത്തരം തെറ്റിപ്പോകും. കേട്ടോ? കോമ. അടുത്ത എന്താണ്? കോമ ഇടുക. അടുത്ത എലമെന്റ് 1 അതിന്റെ സബ്സെറ്റ് അല്ലേ? 1 സബ്സെറ്റ് ആണ്. 2 സബ്സെറ്റ് ആണ്. പിന്നെന്തുവാണ്? ആ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ആ ക്വസ്റ്റ്യനും അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. 1,2 ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ എത്ര എണ്ണമായി? 1, 2, 3, 4 എണ്ണം ഉണ്ടെന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. ഇനി എന്തുവാ കണ്ടുപിടിക്കാൻ പറഞ്ഞ? പവർ സെറ്റ്. ദ പവർ സെറ്റ് ഡിനോട്ടഡ് ബൈ P of A. പവർ സെറ്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്തുവാ? P of A. എങ്ങനെ എഴുതാം? വലിയ പാടുണ്ടോ? ഇല്ല. നമ്മൾ ആരെ കണ്ടുപിടിച്ചു? സബ്സെറ്റുകളെ കണ്ടുപിടിച്ചു. ആ സബ്സെറ്റുകളെ വീണ്ടും ഒരു സെറ്റ് ബ്രാക്കറ്റ് കൊണ്ട് പുറത്തോട്ട് റെപ്രസെന്റ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് പവർ സെറ്റ്. സോ പവർ സെറ്റ്, ദെൻ സെറ്റ് ബ്രാക്കറ്റ്, ഇത് അതുപോലെ എഴുതുക. 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, ദെൻ ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തിന്റെ കണ്ടുപിടിക്കാനായിട്ട്? സബ്സെറ്റുകളെ കണ്ടുപിടിക്കാനും സബ്സെറ്റുകളിൽ നിന്നും അല്ലാതെ ഡയറക്റ്റ് ആയിട്ടോ പവർ സെറ്റുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയും ഒരു ക്വസ്റ്റ്യൻ ഈ ഫൈനൽ എക്സാമിന് ചോദിച്ചിരിക്കാം. അപ്പൊ ശ്രദ്ധിച്ച് നോക്കി വെച്ച് പഠിച്ചുകൊണ്ട് പോവുക. പവർ സെറ്റുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ എന്തുവാ? മറന്നുപോയ ഇക്വേഷൻ എന്തുവായിരുന്നു? 2n. എന്തുവാ? നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ് ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ സബ്സെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇനി ആർക്കും ഒരു സംശയം ഉണ്ടായാൽ തിരിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് എങ്കിൽ 5 എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിന്റെ സബ്സെറ്റ് എന്തോ മക്കളെ? 5 എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്തുവാണ്? 5 തന്നെയാണ്. 5 എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് എന്തുവാണ്? 5 തന്നെയാണ്. അതിന് വീണ്ടും കൂടെ ബ്രാക്കറ്റ് ഇട്ട് വെക്കല്ലേ. സോ സബ്സെറ്റ് എന്തിന്റെ? 5 എന്ന് പറയപ്പെടുന്ന ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്താണ്? 5 ആണ്. നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി വേണം ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. നോട്ട് ചെയ്ത് വെച്ച് എഴുതി വെച്ച് പഠിച്ചോ. ഓക്കെ. ദെൻ അടുത്ത നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മുടെ പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഇംപ്രൂവ്മെന്റ് 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്റർസെക്ഷൻ യൂണിയൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യം കത്തും. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന്റെ ചോദ്യങ്ങൾ വരുന്നത് ഹയർ സെക്കൻഡറി ലെവൽ? കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് +1 ഇരിക്കുന്നത്. സോ അപ്പോൾ അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള രീതിയും SSLC കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പെട്ടെന്നൊരു ഒരു മാറ്റം ഉണ്ടാകുന്ന കാര്യമൊക്കെ പെട്ടെന്ന് ഇത് കത്തും. എന്നുവെച്ചാൽ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. A എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. A എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് 1 ആണ്.
ദെൻ ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ബി എന്ന് പറഞ്ഞ സെറ്റ് 1,2 ആണ്. ദെൻ സി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. സെറ്റ് 1,2,3 ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു എ ഇന്റർസെക്ഷൻ ബി യെ കണ്ടുപിടിക്കണം, ബി ഇന്റർസെക്ഷൻ സി യെ കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി യൂണിയൻ സി യെ കണ്ടുപിടിക്കണം. ഇന്റർസെക്ഷൻ യൂണിയൻ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതല്ലായിരുന്നോ? എ ഇന്റർസെക്ഷൻ ബി, എന്തിനാ ഇന്റർസെക്ഷൻ യൂസ് ചെയ്യുന്നത്? കോമൺ എലമെന്റ്സിനെ നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ത് കിട്ടും? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എന്തുവാ? സെറ്റ് 1. ബി ഇന്റർസെക്ഷൻ സി, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് എന്തുവാ? സെറ്റ് 1,2. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളതല്ല, മൂന്നെണ്ണത്തിന്റെയും യൂണിയൻ. ദ യൂണിയൻ വിൽ ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3. വരുന്ന നമ്പേഴ്സ് 1 ഒരുപാട് ആവർത്തിച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല. സെറ്റിനകത്ത് ഒരിക്കൽ നമുക്ക് നമ്പേഴ്സിനെ ആവർത്തിക്കാൻ പറ്റത്തില്ല. എത്ര വട്ടം ആവർത്തിച്ചു ഒറ്റ വട്ടം മാത്രമേ അതിനകത്ത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പാട് വല്ലതും ഉണ്ടോ? എ യൂണിയൻ ബി കാണാം, എ ഇന്റർസെക്ഷൻ ബി കാണാം, എ യൂണിയൻ ബി യൂണിയൻ സി കാണാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സിമ്പിൾ അല്ലേ? വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതൊന്നും വന്ന് ചോദിച്ചിട്ടും ഇല്ല. ഓക്കെ, സെറ്റ് വളരെ കുഴപ്പിക്കുന്ന ഒരു ചാപ്റ്ററോ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മളതിനെ മനസ്സിലാക്കി ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സെറ്റ്. ചോദിച്ച മാർച്ച് 2014, പ്രീവിയസ് പറയുകയാണെങ്കിൽ മാർച്ച് 2014 ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ കൺസിഡർ സെറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. എ എന്ന് പറയുന്ന സെറ്റ് 2, 3, 5, 7. എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? 2, 3, 5, 7 ആണ്. എ എന്ന് വെച്ച സെറ്റ് എന്താണ്? സെറ്റ് 2, 3, 5, 7 ആണ്. ദെൻ ബി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4, 6, 12. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് എ ഇന്റർസെക്ഷൻ ബി യെ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി യെ കണ്ടുപിടിക്കണം. ഒരു ചോദ്യം അങ്ങനെ. അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത് എ മൈനസ് ബി യെ കാണണം ആൻഡ് ദെൻ ബി മൈനസ് എ. എ മൈനസ് ബി എയും ബി മൈനസ് എയും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം താഴെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉണ്ട്, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതെന്ന് പറയുന്നത് എ യൂണിയൻ ബിക്ക് ഈക്വൽ ആണ് നമ്മൾ തെളിയിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയുടെ പവർ സെറ്റിനെ എഴുതണം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ചോദിച്ച മാർക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കേട്ടോ. ഇതിന് 1 മാർക്ക്, ഇത് രണ്ടിനും കൂടെ ചേർത്ത് 3 മാർക്ക്, ഇതിന് 2 മാർക്ക്. അങ്ങനെ 3, 2, 5 ഒന്നും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു 2014 മാർച്ചിനകത്ത് സെറ്റിൽ നിന്ന് ചോദിച്ചു. 6 മാർക്ക് or 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളതാണ്. സോ ഫസ്റ്റ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കാണാം അല്ലേ? ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്തുവാ? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്. വേറെ എല്ലാം ഉണ്ടോ? 5 7 ഒന്നും ഇവിടെ ഇല്ലല്ലോ. സോ അപ്പം എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 2 3. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്തുവായിരുന്നു? എ മൈനസ് ബി എയും ബി മൈനസ് എയും കാണണം. എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിൽ നിന്നും ബി യെ കുറയ്ക്കുക. എന്നുവെച്ചാൽ എയിലുള്ള സെറ്റിൽ നിന്നും ബിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കളയുക, ബാക്കിയുള്ള എഴുതുക. അപ്പം 2, 3 ഉണ്ട്. ബാക്കി എന്ത് വരും? 5 7 വരും. എ മൈനസ് ബിയുടെ വാല്യൂ എന്താണ്? 5 7 ആണ്. നമ്മൾ എന്ത് കാണണം? ബി മൈനസ് എ കാണണം അല്ലേ? ബി മൈനസ് എ എന്ത് കിട്ടും? ബി മൈനസ് എ ബിയിൽ നിന്നും എ കളയുക. അപ്പോൾ ബി 2 3 പോയി ബാക്കി 1 4 6 12. 1 4 6 12. അപ്പോൾ എ മൈനസ് ബിയും കണ്ടുപിടിച്ചു നമ്മൾ. അതുപോലെ എന്ത് കണ്ടുപിടിച്ചു? ബി മൈനസ് എയുടെ വാല്യൂയും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത് ഇത് പ്രൂവ് ചെയ്യാനാണ്. എ ഇന്റർസെക്ഷൻ ബി 2, 3 യൂണിയൻ എ മൈനസ് ബി. യൂണിയൻ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 3 5 7 1 4 6. ഇത് മൂന്നെണ്ണത്തിന്റെ യൂണിയൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 2 3 4 5 6 7 12. ഇതാണ് കിട്ടുന്നത്. ഇതെന്ന് വെച്ചാൽ എന്താണ്? എ യൂണിയൻ ബി ആണ് അല്ലെ? നോക്കിയേ, എ യൂണിയൻ ബി കുട്ടി ചോദിച്ചു എന്ത് കിട്ടും? 1 2 3 4 5 7 12. ഇതല്ലേ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ? 6 ഉണ്ട് കേട്ടോ. 5 6 7 12. 6, 7 12 ആണ് കേട്ടോ. 1 2 3 4 5 6 7 12. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും എന്തിന് ഈക്വൽ ആണ്? എ യൂണിയൻ ബിക്ക് ഈക്വൽ ആണ്. ലാസ്റ്റ് ചോദ്യം നാലാമത്തത് എന്തെഴുതണം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ചേട്ടന്റെ പവർ സെറ്റിന് എഴുതണം. പവർ സെറ്റ് എഴുതുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ഒരു സെറ്റ് ബ്രാക്കറ്റ്, ഫസ്റ്റ് ഒരു 5 കാണും, കോമ, സബ്സെറ്റുകളുടെ കൂട്ടമാണ് പവർ സെറ്റ്. ഓക്കെ, സെറ്റ് 2, then set 3,
ദെൻ അടുത്തതോ സെറ്റ് 2,3 എത്ര എണ്ണം കാണും? 4 എണ്ണം. 1 2 3 4 4 ഉണ്ട്. അതിന് സബ്സെറ്റ് എന്ന് പറയുന്നു. ആ സബ്സെറ്റുകളെ ഒരു സെറ്റ് ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യണം. അതിന് പറയപ്പെടുന്ന പേരാണ് പവർ സെറ്റ്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കണ്ടുപിടിച്ച് ഓരോന്നും നോക്കുക. എത്ര മാർക്കാണ് ചോദിച്ചിരുന്നത്? 2, 5, 6 മാർക്ക്. 6 മാർക്കിന് ചോദ്യമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തു പോവുക. ഞാൻ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ സിമ്പിൾ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞേക്കുവാണ്. ഇങ്ങനെ സിമ്പിൾ സ്റ്റെപ്പിൽ മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എഴുതി വെച്ചാൽ യൂണിയൻ കാണിക്കുന്ന സ്റ്റെപ്പ് എഴുതണം. സ്റ്റെപ്പ് എഴുതിയതിനു ശേഷം അത് കണ്ടുപിടിക്കണം. കാരണം അവിടെ ചോദിച്ചിരിക്കുന്ന മാർക്ക് 2 മാർക്കാണ്. ഇതിന് 2 മാർക്ക്, ഇതിന് 1 മാർക്കും അങ്ങനെ ആയിരിക്കാൻ വന്നിരിക്കുന്നത്. കാരണം ഇത് 2 ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഈ 2ാമത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ ചോദ്യമാണെന്ന്. 2ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2014 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, പഠിക്കുക. ഇനി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്തിന് ചോദിക്കാം? നമ്മളുടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രാക്ടിക്കൽ പ്രോബ്ലം അറിയാം, നിങ്ങൾ കണ്ടും കേട്ടും ചെയ്തും പഠിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ചോദ്യം നോക്കാം, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്. അപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ അറിയാവുന്നതായിരിക്കാം. നമ്മുടെ സെറ്റ്സ് നമ്മുടെ ചാപ്റ്ററിൻ്റെ 3rd ലെക്ചറിനകത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ ഒരു 2-3 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി. പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? n ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതേ ഇക്വേഷൻ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് വരുന്നൊരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പഠിക്കാനായിട്ട്? പ്രോബബിലിറ്റിക്കകത്ത്. മറന്നുപോയത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുമത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ എ കമ്മിറ്റി, ഒരു കമ്മിറ്റിക്കകത്ത് 50 പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച്. 50 പേര് ഫ്രഞ്ച് ആണ് സ്പീക്ക് ചെയ്യുന്നത്. അപ്പോഴെങ്ങനെ എഴുതി വെക്കാം? ഫ്രഞ്ച് നമ്മൾ എഫ് എന്ന് വിളിക്കുവാണെങ്കിൽ n ഓഫ് എഫ് ഈക്വൽ ടു 50 ആണ്. അറിയുന്ന കാര്യം അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ കാണുന്ന കാര്യം അപ്പോഴേ അങ്ങ് പകർത്തി വെക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. കാരണം അതിന് മാർക്ക് കൊണ്ടേ അങ്ങനെ എഴുതി വെക്കുന്നതിന് മറക്കരുതേ. 2ാമത്തെ പറഞ്ഞേക്കുന്നത് 20 സ്പീക്ക് സ്പാനിഷ്. 20 പേര് സ്പാനിഷ് പറയുന്നു. സ്പാനിഷ് നമ്മൾ എസ് എന്ന് വിളിച്ചാൽ n ഓഫ് എസ് ഈക്വൽ ടു 20. അതുമായി മാർക്ക് വീഴുവാണ് ഇതിനെല്ലാം എഴുതുന്നതിന്. 10 സ്പീക്ക് ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. രണ്ടും കൂടെ പറയുന്നത്, സ്പാനിഷും ഫ്രഞ്ചും സംസാരിക്കുന്നവർ. ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ബോത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റർസെക്ഷൻ കോമൺ. എത്ര പേരാണ്? 10 പേര്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ നമുക്ക് മനസ്സിലായി. നമ്മുടെ ഇക്വേഷൻ കിടപ്പുണ്ട്. എല്ലാം എന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. സോ അത് നോക്കാം. ഫ്രഞ്ച് ഹൗ മെനി സ്പീക്സ് എന്ത് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദിസ് 2 ലാംഗ്വേജസ്. അറ്റ്ലീസ്റ്റ് 1 എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂണിയൻ തന്നെയാണ്. അവിടെ അറ്റ്ലീസ്റ്റ് കണ്ട് എന്താണെന്നും പറഞ്ഞ് കുഴഞ്ഞു നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദിസ് എന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരാളെങ്കിലും എന്ത് പറയുന്നത്? ആ 2 ലാംഗ്വേജസ് പറയുന്നത് വെച്ചാൽ കൂടുതൽ വന്ന എത്ര പേരാ? യൂണിയൻ ആണ് കേട്ടോ. നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n ഓഫ് എസ് യൂണിയൻ എഫിനെയാണ്. എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്തുവാ? ഇക്വേഷൻ എഴുതണം. n ഓഫ് എസ് പ്ലസ് n ഓഫ് എഫ് മൈനസ് n ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ്. മറന്നുപോലെ ഇക്വേഷന് മാർക്കുണ്ട്. n ഓഫ് എസ് എത്ര? 20 പ്ലസ് 50 മൈനസ് 10. 50 മൈനസ് 40, 20 എത്ര കിട്ടും? 60. ആൻസർ ആയില്ലേ? 60 ആണ് നമ്മുടെ ആൻസർ. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം കണ്ടുകൊണ്ട് എന്താണെന്ന് പറഞ്ഞ് പകച്ചു നിൽക്കരുത്. ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? യൂണിയനെയാണെന്നുള്ള ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനകത്തുള്ള ഏതാനും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇത് നിങ്ങൾക്ക് എന്തുമാത്രം ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ലൈക്കും ഷെയറും അതുപോലെ തന്നെ താഴത്തെ കമൻറ്റും വെച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അതുമാത്രം സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഇനി അടുത്ത ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു.